ഹലോ, നിങ്ങൾ മറൈൻ എക്സ്പോ കണ്ടിട്ടുണ്ടോ? ഇതാ ഞങ്ങളുടെ മലപ്പുറത്ത് എത്തിട്ടോ. മലപ്പുറം വേങ്ങരയില് ഇതാ ഞങ്ങൾ അങ്ങോട്ട് നടന്നു പോവാണേ. ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ വിഷുക്കളെ ഫോട്ടോസ് ഓരോന്നായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഡിസ്പ്ലേക്ക് നമുക്ക് കാണാൻ വേണ്ടി നല്ല ഭംഗിയായിട്ട് കുട്ടികളെ കുപ്പിയിലാക്കാനുള്ള എല്ലാ അതുണ്ട്. പോപ്കോണൊക്കെ കണ്ടോ അതിന്റെ ഫ്രണ്ടിൽ തന്നെ. എൻട്രി ആണ്. എൻട്രി ഞങ്ങള് നടന്നുകൊണ്ടിരിക്കാനാണ് ഉള്ളോട്ട്. ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ട് ഞാൻ ബാക്കിലാണ്, എന്നെ കാണില്ല. അങ്ങനെ ഞങ്ങളിതാ ഇവിടെ നടക്കുള്ളൂ കേട്ടോ. മൃഗങ്ങളൊക്കെ കണ്ടോ നിങ്ങളൊക്കെ? നല്ല ഭംഗിയാട്ടോ. ഇങ്ങനെ നല്ല ഭംഗി കിട്ടും. ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഉണ്ട്, ഇതിനായിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നുണ്ട് കാണാന്. എനിക്ക് ഇവിടെ നല്ല ഇഷ്ടമായിട്ടോ. നല്ല തണുപ്പാണ് അതിൻ്റെ ഉള്ളില്. ആ ഫ്ലവറൊക്കെ കണ്ടോ മേലെ ഇങ്ങനെ കാണിച്ചിട്ടുള്ള ആ ഫ്ലവറൊക്കെ ഇങ്ങനെ തൊട്ട് തൊട്ട് ഇങ്ങനെ പോവായിരുന്നു ഞാൻ. പിന്നെ ഓരോ മൃഗങ്ങളൊക്കെ എടുത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ. എന്ത് രസല്ലേ, എത്ര കഷ്ടപ്പാടുണ്ടല്ലേ. അങ്ങനെ ഓരോ പാറ മൃഗങ്ങള്, ഫോട്ടോസ്, നല്ല കുട്ടിയും മൃഗങ്ങളെ ഉണ്ടാക്കാനൊക്കെ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവൂലേ. ലൈറ്റ് സെറ്റിങ്സ്, ചോപ്പ്, എന്തെല്ലാം ലൈറ്റുകളല്ലേ ഓരോ മൃഗത്തിന്റെ അടുത്ത് എത്തുമ്പോ. പിന്നെ ഇത് എന്താണ്, മഞ്ഞ് കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കി നമ്മളെ മഞ്ഞിന്റെ വീടാണ് കേട്ടോ. അല്ലേ, ഓരോ സെറ്റിങ്സ് ഉള്ളിൽ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് അത്ഭുതപ്പെട്ടു. ഇങ്ങനെ അതിനനുസരിച്ച് നല്ല തണുപ്പും ഉണ്ടായിരിക്കും. അവിടെ ഒരു ചെറിയൊരു പാലുണ്ടാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് അപ്പുറത്തേക്ക് കടക്കാൻ വേണ്ടിയിട്ട്. അതിന്റെ താഴെയൊക്കെ വെള്ളം വെള്ളം ഇങ്ങനെ ചാടുന്നത് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. മക്കൾ അതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കായിരുന്നു. ഇത് കണ്ടോ നിങ്ങള്? ആന, ഓരോ വീടുകളൊക്കെ ഇത് കണ്ടോ? ആനയെ കണ്ടോ നിങ്ങള്? എന്താല്ലേ, വലിയ ആള് ആനയെ ഇങ്ങനെ തൊട്ട് തലോടി ഫ്രണ്ടിലൊക്കെ നിൽക്കാണ്. പക്ഷെ ചെറിയ ആള് അങ്ങോട്ട് പോകുന്നേ ഇല്ല. പേടി 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 കാരണം അതിന്റെ അടുത്തേക്ക് പോയില്ല. വലിയ ആള് ഫോട്ടോ എടുക്കണമെന്ന് കരുതി പോസ്റ്റൊക്കെ ചെയ്ത് അങ്ങനെ ഇങ്ങനെയൊക്കെ നിന്ന്. പക്ഷെ വീഡിയോ ആണെന്ന് അവൻ അറിഞ്ഞിട്ടില്ല. കണ്ടോ ഈ വെള്ളം ചാടണം ഇങ്ങനെ കുറച്ചു നേരം നോക്കുന്നുണ്ടോ. നല്ല രസമുണ്ടായിരുന്നു ആ ശബ്ദങ്ങൾ, വെള്ളം ഇങ്ങനെ ചാടണൊക്കെ. അങ്ങനെ 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 ഇതൊക്കെ കുട്ടികൾക്കാണ് കേട്ടോ ഇഷ്ടാവുക കൂടുതല്. ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ അവർക്ക് അത്ഭുതമാവും. ഓരോ ചെറിയ മീനുകളൊക്കെ ഉണ്ടാവും. ഇത്ര കഷ്ടപ്പാടല്ലേ ഇങ്ങനെയൊക്കെ ഓരോന്ന് സെറ്റ് ചെയ്ത് വെക്കാന്. ഈ കളർ കല്ലില് കണ്ടോ ഇതില് പോകുന്ന മീനുകളെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ആ കളർ, ആ കല്ല് അതിലിട്ടതാണോ അത്ര ഭംഗിയെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ അത് നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നിട്ടോ. നിങ്ങളെ കാഴ്ചപ്പാട് എങ്ങനെയാന്ന് എനിക്കറിയില്ല, എന്നാലും എനിക്ക് നല്ല ഇഷ്ടമായി. എന്തല്ലേ പാലൊക്കെ, മീനുകള്, വെള്ള മീനില്ലേ, എന്താ രസല്ലേ. ഒരു പുള്ളി പോലും ഇല്ല മീനിലേക്ക്. ഓരോന്നിനും ഓരോ പേരുണ്ടാവും, പേരൊന്നും എനിക്കറിയില്ല. മക്കളെ ഏതൊക്കെയോ പേരൊക്കെ പറയുന്നുണ്ട്, പക്ഷെ അതൊന്നുമേ എനിക്കറിയത്തില്ല. അങ്ങനെ 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 ഇങ്ങോട്ട് പോയിട്ടു കുറെ മീനുകളൊക്കെ കുറെ നേരം വെച്ചിട്ടൊക്കെ ഇങ്ങനെ കണ്ടത്. അടുത്താണ് മക്കളെ മത്സ്യകന്യയെ കണ്ടോ. ഇവിടെയും കുറച്ചു നേരം ചെലവഴിച്ചിട്ടോ. ഓ, കുറച്ചു നേരം മത്സ്യകന്യയെ ഞാൻ നിൽക്കും, പിന്നെ ശ്വാസം എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെയും മേലോട്ട് പോവും. അങ്ങനെ ഇപ്പൊ മക്കള് ആ ഗ്ലാസിന്റെ അപ്പുറവും ഇപ്പുറവും ഇങ്ങനെ ഓടി നടക്കുകയായിരുന്നു. അപ്പുറവും ഇപ്പുറവും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ. എന്താലേ, കൈ ഓൾറെഡി വെച്ച് നിൽക്കണം മോനെ. കൈ വയ്ക്കുമ്പോ വെക്കായി. എന്തായാലും ടാറ്റ കൊടുത്ത് ഞാന് ആർട്ടൊക്കെ കൊടുത്തു. രസല്ലേ, മീനിന്റെ പോലെ ഇങ്ങനെ വെള്ളത്തിലൂടെ ഇങ്ങനെ നീന്തി കളിക്കാൻ. അത് ഇതിന്റെ വാലൊക്കെ നോക്കിയേ. അങ്ങനെ അത് കണ്ടു ഞങ്ങൾ ഇങ്ങനെ പോവാണ്. അവിടെ കുറെ കുട്ടികൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട് കേട്ടോ. കൈ വെക്കുന്നതിനനുസരിച്ച് ആ മത്സ്യകന്യകന്റെ കൂടെ ഗ്ലാസിന്റെ പുറത്ത് കൈ വെക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അടുത്തത് ഞങ്ങള്
എന്താണ് ഐസ്ക്രീം കഴിച്ചിട്ടോ. അവിടുന്ന് ഐസ്ക്രീം കഴിച്ചു. ഐസ്ക്രീം കഴിച്ചൊക്കെ ഞങ്ങൾ മെല്ലെ ഇങ്ങനെ പോകും. അതോടെ ഈ പ്രാവശ്യത്തെ വിഷു ആഘോഷം കഴിഞ്ഞു.